അല്ല, ഇതൊരു അവയർനെസ്സും കൂടെയായി സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇൻബോക്സിൽ വരാൻ പറഞ്ഞു. എനിക്കും ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? ഇതിന്റെ മെമ്പർ ആവാൻ എന്തെങ്കിലും ടെസ്റ്റോ ക്വാളിഫിക്കേഷനോ എനിക്കറിയില്ല. അപ്രൂവലൊക്കെ വേണ്ട, ഇതുപോലത്തെ സാധനമൊക്കെ അപ്രൂവ് ചെയ്തോളൂ. എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്കൊന്ന് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലം. ഫേസ്ബുക്ക് മാത്രമല്ല, ഉണ്ടല്ലേ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അവൈലബിൾ ആണ്, 10,000 രൂപ. അല്ല 5,000 രൂപ എപ്പോൾ അഡ്വാൻസ് ചെയ്യണം? ഒന്നും അല്ലല്ല, 5,000 രൂപ നേരിട്ടാണ് ഇത് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഓർഡർ പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും 5,000 രൂപ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ച് ബിസിനസിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിക്കപ്പെടുകയും നടക്കാതായപ്പോഴേക്കും എന്നാ പിന്നെ ഇവന്മാർക്കെതിരെ ആഞ്ഞടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആളാണ്. അപ്പൊ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉണ്ടായത് അല്ലേ? അതിന്റെ വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ട് മുഖത്ത്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഒരു ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവും പറയാൻ കുറച്ച് നടിയുണ്ടാവുന്നതാണ്. അല്ല, ഇതിപ്പോ ഇതൊക്കെ കലാകാലങ്ങളായിട്ടുള്ളതാണ്. ഇപ്പം ഇത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഒരു ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ടൂർ പോകുന്നതിനൊക്കെ ഫോട്ടോ എടുത്ത് അതിന് ചിലപ്പോൾ പേരറിയില്ല. അപ്പം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പം സെന്റ് തെരേസ് കോളേജിൽ പഠിക്കുന്ന മീനു എന്ന് പറഞ്ഞൊരു സ്റ്റോറി കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഇത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ഒക്കെയാണെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4,000 തൊട്ട് 25 ലക്ഷം രൂപയുള്ള ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കൊച്ചിൽ നടക്കുന്നത്. ബേസിക്കലി ഇതിനകത്ത് ഡീപ് ഫേക്കിങ്ങിനെ പറ്റിയിട്ടും ഈ ഇപ്പൊള്ള ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയല്ലോ, മറ്റേ ചെറിയൊരു AI വീഡിയോ ഇതൊക്കെ. അപ്പം ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതില് ദിവ്യ അങ്ങനെ ഒരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു, ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നീ ആ ക്യാമറയുടെ പുറകിൽ വെച്ച് നിൽക്കുകയാണ്. അല്ല, മറ്റു ജില്ലകളെക്കാളും കൂടുതൽ അത് പ്രശാന്ത് തന്നെ മറുപടി. ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അതിൽ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ കഥ. അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പരന്നു കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരും ഇവിടുത്തെ നിയമ പാലകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം അരുൺ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്.
വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിലും വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ. ഇത് ആ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യണേ. അപ്പോൾ ഐ മീൻ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെൻറ്റ് ആൻഡ് എവറിത്തിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിൽ ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇപ്പോൾ നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്, അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട്. ഒരു മെഷർമെന്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട്. ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം, നമുക്ക് ഇഷ്ടമില്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള തിങ് നമുക്കത് പ്രിഫറൻസസ് ഉണ്ട്. പക്ഷേ അതും യു കാൺ ടു വാട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ്, എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സോ ചില സമയത്ത് നമ്മളത് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും. ലൈക്ക് വാട്ട്സ് എ പോയിന്റ് ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് നെസസറി. സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ലീവ് ഇറ്റ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഏതാടാ നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമില്ലടാ അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, നിങ്ങളുടെ പ്രസ് മീറ്റ് വരുന്നു അല്ലേ? നമ്മൾ തന്നെ എപ്പോഴെത്ര കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു. ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. തീരുന്നില്ല. അങ്ങനെ ഒരുപാടുണ്ട്. ഇനിയൊക്കെ കുറച്ചധികം ഉണ്ട്. തീരും എന്നേക്കുമായി തീരും. അല്ലെങ്കിൽ അല്ല ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപന്റെ പ്രിൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പൊ തുടങ്ങാൻ സോഫിയ വീക്കെൻഡിന്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്ന. കോപ്പങ്ങള്, അങ്ങനെ ആപ്കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ലാന്നിരിക്കില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫെയ്റ്റ് അല്ലേ. സിനിമ അതിൻ്റെ സക്സസ്സും ഫെയിലിയറും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ, നമ്മൾ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പം ബബ്ബ ഞാൻ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ.
ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെ ദിലീപേട്ടനോട് വർക്ക് അല്ലെങ്കിൽ ഇപ്പം ഇമ്മീഡിയറ്റ് ചെയ്ത പടങ്ങൾ അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്. ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും. ചേട്ടാ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും പല കമന്റുകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, എപ്പോഴേലും പൊതുവേ നോക്കാറില്ല, എന്നാലും നോക്കാറൊക്കെ ഉണ്ട്. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഉമ്മാർ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലല്ല, അങ്ങനെ ഈ നമ്മള് പടം വരുന്നു എന്നെ അങ്ങനെ വ്യക്തിഹത്യ ഒന്നും ചെയ്യാറില്ല. എന്നെ കൂടുതലായിട്ട് ബോംബ് സ്റ്റാർ പടക്കം അതൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ പടം പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ വിളിക്കും. എന്ന് വെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം. നാളെ നല്ല പടം വരൂല എന്നല്ലല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ വരുമല്ലോ. പിന്നെ അപ്പൊ ധ്യാൻ എന്ന നടനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും. ഉള്ള പോലെ പറയുന്നു, ബാക്കി വരുന്നത് വെച്ച് കാണണ്ടേ എന്നുള്ള മൈൻഡാവും. ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണ്ടയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ്. ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ്? ഞാൻ കൃത്യമായിട്ട് കാണണ്ടേ എന്ന് നല്ലതെന്ന് ഞാൻ പറയാറില്ല. എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട്. ക്ലൂ ചിലതിനൊക്കെ ക്ലൂ കിട്ടും. ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക്, കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക്, എല്ലാം അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ഇപ്പൊ ചില ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് അറിയാം. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അവര് കുറച്ചുപേരൊക്കെ എൻ്റെ അടുത്ത് ഇത് നിങ്ങളെ കൂട്ടത്തിൽ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേരൊക്കെ അവരൊക്കെ എന്നോടൊന്ന് ചോദിക്കും. അവരോട് ഞാൻ പേഴ്സണലി പറയും. അതിൽ ഞാൻ നിന്നോടും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ മാറിയേക്കുമ്പോൾ പറയാം. നമസ്കാരം. ഇപ്പം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടെ വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പം സ്ഥിരം അമ്മ കഥാപാത്രങ്ങൾ ഒരു പേരുണ്ടായിരുന്നു, അന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്ത വരുന്ന കഥാപാത്രം ലാസ്റ്റ് ചെയ്തത് ജഡ്ജിയായിട്ടായിരുന്നു. അപ്പം ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? വിശ്വാസം വരുന്നില്ല. ഭയങ്കര സീരിയസ് ആണ്. കണ്ടു ഞാൻ അതൊക്കെ ഹൈദരാബാദ് അതങ്ങനെ ഹൈദരാബാദിൽ ഇതിനകത്ത് ഇടികൊള്ളുന്ന ഒത്തിരി സീനുണ്ട്. ഒരു അന്വേഷണത്തിന്റെ തുടക്കത്തില് ആണോ? അല്ല, അറിഞ്ഞു കൊടുത്തോ എന്തായിരുന്നു? പിന്നെ എന്താ ചോദിച്ചു? ഈ സിനിമയിലെ കഥാപാത്രം അത് തന്നെ എന്നോട് ഈ കഥാപാത്രം അടുക്കള അത്രേ ഉള്ളൂ. അല്ല, എപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വേറൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട്. ഇന്ന് ഈ അടുക്കള പുറത്തല്ല അമ്മ കഥാപാത്രം. ഇത് നീ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇതേ ഇന്റർവ്യൂവില്ല, പ്രസ് മീറ്റ് അതായത് സ്ഥിരം കഥാപാത്രം പോലെ അമ്മ കഥാപാത്രങ്ങൾ അടുക്കളപ്പുറത്ത് മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ. അല്ല, നീ അതിനോട് പറഞ്ഞേ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ, കഥാപാത്രം മാറ്റി ചെയ്യേണ്ട ആഗ്രഹമുണ്ട്, കിട്ടണ്ടേ. നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല. നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കുക. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ പറഞ്ഞു എനിക്ക് വില്ലൻ വേഷമൊക്കെ കിട്ടും, പക്ഷെ മക്കൾക്ക് ഈ അടുക്കളയിൽ ചോറിനകത്ത് വിഷം ഒഴിച്ച് അതായിരിക്കും എൻ്റെ വില്ലൻ വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചതിന് ഒരു ഉത്തരവാദിത്തം ഈ മീഡിയ ഇതില്ലേ, നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും, വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും കുറയും. ക്യാപ്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാവരും കിട്ടിയ സമയത്താണെന്ന് പറയാം. ഉണ്ട് ഇച്ചിരി ക്യാപ്ഷൻ അത് നോക്കിയിട്ട് കാണാതെ തെറിവിളി അത് അവരുടെ അന്നാലല്ലേ ആൾക്കാർ കാണും. എന്തിനാ നമ്മൾ അങ്ങനെ ഒരു ക്ലിപ്പ് പറ്റില്ല. ഞാൻ ഇത് ജോലി ചെയ്യണം, ഞാനും അങ്ങനെയൊക്കെ തമ്മിലുണ്ട്. കേട്ടോ ഇച്ചിരിയൊക്കെ പറ. ഈ പ്രശാന്തിനോട് ചേട്ടാ ഈ സിനിമയിലെ കഥാപാത്രം കുറച്ച് വില്ലനാണോ? അത് ഇതിലും വില്ലൻ തന്നെയാണ്. അല്ല, വില്ലനല്ല, വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. ഫൈനലി ചേച്ചി പറഞ്ഞ പോലെ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ, ആന്റി ഹീറോ പോലത്തെ ഒരു ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത്.
പക്ഷേ ആ സ്ത്രീയെ ആ ഫേക്ക് കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസും വരുന്നില്ല, അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയാം അതെന്തുകൊണ്ടായിരിക്കും നിനക്കെന്താ തോന്നുന്നത്? അല്ല അതൊക്കെ നിങ്ങളൊരു ചർച്ചയാക്കി കൂടെ? അത് നിങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു ചർച്ചയാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും ഇല്ലേ? ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ഇന്ത്യൻ അവർക്കെതിരെ കേസ് കൊടുത്തു. അല്ല അതിപ്പോ എന്തായാലും അത് എന്റെ ഇപ്പൊ നിവിന്റെ ഇതായത് തന്നെ കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. അതിനുശേഷം ഇപ്പൊ ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. എനിക്ക് തോന്നുന്നു അവർക്കെതിരെ തീർച്ചയായിട്ടും ഒരു കൗണ്ടർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള എലിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അറിയുമ്പോൾ. എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഞാൻ ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് നിങ്ങൾ സംസാരിച്ചു. അല്ല അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും ഒരു പ്രശ്നത്തൊക്കെ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നതായിരിക്കും. അല്ലെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. മലയാളികളുടെ ലൈംഗികത ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇപ്പോൾ ഡേറ്റിംഗ് ആകുന്നുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോംബെ വെച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സർക്കാർ അതുപോലെ മുന്നോട്ട് ചൂഷണം ചെയ്യാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ കാര്യം മുന്നോട്ടൊരു സ്ഥാപനം, ഒരു കേസിന് ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാതാവില്ല. അതിനെക്കുറിച്ച് എന്താ പറയാം? രണ്ടെന്ന് തോന്നുന്നേ ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണോ തോന്നുന്നത്? ഇപ്പൊ തന്നെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പോൾ പാലത്തിന്റെ മുകളിൽ, പാലത്തിന്റെ അടിയിൽ, അങ്ങനെയൊക്കെ നമ്മൾ പല പല റേഡിയസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ലേഡി, അവരൊക്കെ നിൽക്കുന്നത് സെക്സ് വർക്കേഴ്സ് ആണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും ഇങ്ങനെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കുറയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറയില്ലേ? അത് നമുക്കിപ്പോ അത് ഭയങ്കര ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സാധനമല്ലേ. കുറയോ കൂടുവോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോ ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ആയിട്ട് ഇപ്പോൾ കൊൽക്കത്തയിലുണ്ട് ഇതേ സെയിം സാധനം. അതായിരുന്നു കമച്ചി എന്ന സാധനം അല്ലേ, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചില രാജ്യങ്ങളിൽ ഇപ്പം ആംസ്റ്റർഡാമിൽ ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട് അവിടെ, തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട്. ചില രാജ്യങ്ങളിൽ അതുണ്ട്, അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ ഒരു സാധനം അത് ഇമോറലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇതൊരു ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. കഞ്ചാവ് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗായിട്ട് കാണുന്നത്. അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിരുന്ന ഗഞ്ച. അപ്പോൾ ഈ മരുവാന, മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നു. അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നമുക്കത് കൂടുവോ കുറയോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനെ അനുവദിക്കാത്തിടത്തോളം ലീഗലായിട്ട് നമുക്കതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പ് ഒന്നുമില്ല അല്ലേ? ഏതാ അത് കൂടുവോ കൂടുതലേന്നല്ലേ ഒന്നും പറയാൻ പറ്റില്ല. ഇത് പറഞ്ഞ പോലെ വളരെ ഇതായിട്ടുള്ള പ്രോബിലിറ്റി അല്ലേ. ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലി വീട്ടുകാർ നമ്മുടെ നാട്ടുകാർ മൊത്തം പിന്നെ അവിടെ ആയിരിക്കും. പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല, അതാ പ്രശ്നം. അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡിലൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ഐഡി എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ സബ്ജക്റ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിഷയമാണ്. നമുക്കറിയാം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയ വഴിയും അഡൽട്ടായിട്ടുള്ള പല വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നായിക അടുത്തുണ്ട്, പല നടീനടന്മാരും
പലവരും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ പ്രത്യേകിച്ച് നായികമാർ. നമുക്കറിയാം പല എനിക്ക് പേജ് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിലൊരു പേജ് ഞാൻ കണ്ടെത്തുകയും ആ പേജിൻ്റെ പുറകെ നടന്ന് കണ്ടെത്തിയ ഒരു വിഷയമാണ്. ശരിക്കും പേജ് പറയുന്നത് എന്നാലും പറയാം, നടികൾ വെടികൾ എന്ന് പറഞ്ഞൊരു പേജ്. ആ പേജിൻ്റെ ഒരു അതിൽ നടക്കുന്ന കുറേയധികം പ്രശ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെക്സ് മാർക്കറ്റ് നടക്കുന്നുണ്ട്. അതിലകപ്പെട്ടു പോകുന്ന ഇല്ലെങ്കിൽ അതിലേക്ക് പഠിച്ചടിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ശരിക്കും ഈ സബ്ജക്റ്റ്. അതിൽ ഭാര്യയായിട്ട് ദിവ്യ പിള്ളയും ഹസ്ബൻഡായിട്ട് ധ്യാൻ ചേട്ടനുമാണ്. അപ്പം അവർ അഭിമുഖീകരിക്കുന്ന വിഷയം, അതിൻ്റെ സൊല്യൂഷൻ, അതൊക്കെയാണ് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ കഴിഞ്ഞിടയിൽ തന്നെ മാധ്യമപ്രവർത്തകരെ നിങ്ങൾക്കറിയാം, ഒരുപാട് വിഷയങ്ങൾ കൊച്ചിയെ സംബന്ധിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ തന്നെ അതിൽ പല പ്രശ്നം, ഇത് തന്നെ ഒരു പെൺകുട്ടിക്ക് നടന്നൊരു പ്രശ്നം. ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേജ് വഴി തന്നെ പോയത്. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ബിസിനസ് കണ്ടപ്പോൾ ഞാൻ തന്നെ വളരെ ഇത് ഒരു സമൂഹം അറിയേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്കതിന് മനസ്സിലായി. പല പേജുകളും ഉണ്ടെങ്കിലും ചില പേജുകൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അതിൽ അത്രയും ഫോളോവേഴ്സുണ്ട്. ഇപ്പോൾ എന്ത് പറയും ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു 10,000 തൊട്ട് 50,000, 70,000, 1,00,000 വരെ വരുന്ന ഫോളോവേഴ്സുള്ള പല പേജുകളുമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനും ആണ് ഈ പേജുകളിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം. നമ്മൾ കാണുന്നത് ഫോട്ടോസ്, ഇപ്പോൾ കുറേ അഡൽട്ടായിട്ടുള്ള സ്റ്റോറീസ്, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വായിക്കാനും കാണാനും പലവരും അതിനകത്ത് കയറുന്നത് അതാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുക. പക്ഷെ അല്ല, അതിന് പിന്നിലൊരു ബിസിനസ് ഉണ്ട്. ആ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഒരു സബ്ജക്റ്റാണിത്. ഇതാണ് സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജമാണിക്യ സിനിമ പോലെ ഒരു പാതിരാത്രി ചെന്നിട്ട് ഈ ഒരു സിനിമയുടെ കഥ പറയാൻ പറ്റില്ല. അപ്പം ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്. അപ്പം രാവിലെ വരാൻ സുരേഷനാണ് പറഞ്ഞത് രാവിലെ നമുക്ക് പോയി കാണാം. ഞാൻ ചിലപ്പം സ്ക്രിപ്റ്റ് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷൻ, എൻ്റെ കൺട്രോളർ സുരേഷനാണ് അയച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഥ ഓക്കെ ആണോ എന്ന് അറിയണമല്ലോ. രാവിലെ 9 മണി ദൈവം കൂടി ചെന്ന് അപ്പോൾ സുരേഷ് നമ്മുടെ ധ്യാൻ ചേട്ടൻ നമ്മുടെ ഷട്ടിൽ ബാറ്റ് കളിച്ചോണ്ടിരിക്കുക തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടില്. അപ്പം ഞാൻ ചെന്നപ്പോഴാണ് പുള്ളി വായിച്ചിട്ടൊന്നുമില്ല. 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഞാനും സുരേഷ് ചേട്ടനും പിന്നെ എൻ്റെ ഒരു എടി ജെറിയുണ്ട്. ഷട്ടിൽ കളിച്ചോണ്ടിരിക്കും. ഇല്ല, ഞാൻ സുരേഷിനും കൂടി വന്നു. ആകെ കിട്ടിയ ഒരു സമയമായിരിക്കും. ആ സമയത്താണ് കേന്ദ്രം പോയിട്ട് കഥ വായിച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് കുറച്ച് പണിയെടുത്താൽ പടം വർക്കാവും എന്നൊരു സംഭവം പറയുന്നത്. മറ്റു ലാംഗ്വേജ് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വരുന്ന സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന സ്റ്റോറീസിലൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മംഗൾവാരം വന്നു. അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ദാറ്റ്സ് വൈ ഡിഡ് ദാറ്റ്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ മലയാളമെന്നോ തെലുഗെന്നോ അങ്ങനെയില്ല. അത് ഞാനൊരു കഥ ആയിട്ടാണ്, അതൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത്. പക്ഷേ ഐ വോണ്ട് കൂടുതലും അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട്. ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട്, ലൈക്ക് ലാംഗ്വേജ് കംഫർട്ടും എല്ലാം നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ. അപ്പോൾ എനിക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. പക്ഷേ ഇപ്പം തെലുഗുവിലിപ്പം മംഗൾവാരം കഴിഞ്ഞിട്ടിപ്പോൾ 4 പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
സോ ഇറ്റ്സ് അത് പക്ഷേ ഞാനൊരു സിനിമയായിട്ടേ കാണുന്നുള്ളൂ, ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ട് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ മംഗൾഭാരം വാസ് സ്പെഷ്യൽ. അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. ആൻഡ് ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. Thousand babies like Sanju. തൗസൻഡ് ബേബീസിൽ പല Surprise. Yes. ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ധ്യാൻ്റെ ഏറ്റവും പുതിയ സിനിമയായ ID എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കണം. ഒരുപാട് സന്തോഷത്തോടെ വരാൻ പറ്റിയതിൽ. നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ സിനിമ, അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ്. ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വെറുതെ ഒന്ന് പാളി തേടി വന്നാണ്. നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനിനെ എനിക്കത് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും പോയി ചർച്ച ചെയ്ത് കഴിഞ്ഞു തോന്നുന്നു. ഒരുവിധം അത്യാവശ്യ പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു. 1000 ബേബീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയുന്ന ഒരു അവസരം തന്നതിന് വളരെ നന്ദി. അപ്പോൾ നിങ്ങളുടെ പ്രൊമോഷൻ ഗംഭീരമായിട്ട് നടക്കണം. കൂടുതലായിട്ട് എക്സൈറ്റഡ് ആയി കാത്തിരിക്കുന്ന വിരുൾ വിനീത് ശ്രീനിവാസന്റെ സംവിധാനം ചെയ്യുന്ന ഒരു ആക്ഷൻ പടത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അത് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങുന്നതായിരുന്നു. അത് ജോർജിയയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് അത് വിസ പ്രശ്നം പ്രോസസ്സും പരിപാടിയൊക്കെ അത് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തത്. അല്ലല്ല, പ്രണവല്ല. ഏതാ പ്രണവല്ല, അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പം പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതാ ഞാനല്ല ഞാൻ ഏതാ ഇല്ല ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഈ വൈൻഡ് അപ്പ്. ഇവിടെ ചോദ്യം ചോദിക്കാനുണ്ട്. ധ്യാൻ ചേട്ടാ, നേരത്തെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിയുടെ 5000 രൂപ പോയതുകൊണ്ടാണ് ഈ പടം എടുത്തതെന്നുള്ളത്. 5000 രൂപ പോയിട്ടില്ലായിരുന്നു ചേട്ടാ ഈ പടം എടുക്കുമായിരുന്നു? ഒരിക്കലില്ല. പിന്നെ പടം ചതിയല്ലേ എല്ലാ ആഴ്ച സിനിമ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആരുടെ വിഷ്ണുവിൻ്റെ അടുത്ത്. അത് പറഞ്ഞില്ല. അത് ഭയങ്കര വലുതല്ലേ നിനക്ക് തന്നെ. ഇങ്ങനെയാണല്ലോ നീ ചോദിക്കണേ. അത് ഞാൻ പറഞ്ഞ അത് വലിയ സിനിമയല്ലേ, ഇപ്പൊ ചെയ്ത് തീർക്കാൻ അഭിനയിച്ച് തീർക്കാനുള്ള കുറെ സിനിമയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയടാ. നിനക്ക് അത്യാവശ്യം എന്തെങ്കിലും കൂടി ഇതുണ്ടോ കാണാൻ അയക്ക കൊതിയ? എന്റെ നാശം കണ്ടിട്ടേ അടങ്ങുള്ളൂ. എടാ ഇപ്പോൾ അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്റെ ആലോചിച്ചു കൊല്ലൂല് ഇത്തരെല്ലാരും കൂടെ നിങ്ങളടക്കം അല്ലേ. അതായിട്ട് ഓടിയില്ലെന്ന് വിചാരിക്കുക. തീർന്നില്ല ഞാൻ. ഇപ്പൊ അങ്ങനെയൊക്കെ പോട്ടെ. നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? എനിക്ക് ചോദിക്കരുത്. ഞാൻ ചേട്ടാ ഈ വർഷം ഇനി എത്ര പടം ഉണ്ട്? ഈ വർഷം ഏതാ
അടി കമ്പയർ ടു അടുത്ത വർഷത്തെ ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ എവിടെയോ കമ്പയർ ടു ഉണ്ടാവും തിരാറ്റ് ടു ഉണ്ടാവും. ഇത് എപ്പോഴും ഉണ്ടാവും മാത്രം ചോദിക്കരുത്, എന്തായാലും ഉണ്ടാവും. രണ്ടും പ്ലാനിങ്ങിലുണ്ട്. തിരാറ്റ് ടു എന്തായാലും ഉണ്ടാവും. തിരാറ്റ് ടു ചിലപ്പോൾ ഞാൻ സംവിധാനം ചെയ്യും. ഇല്ല, തിരാറ്റുവിൻ്റെ ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ. അതേതില് അതിന് അത് ആ സമയമായിട്ടടാ അപ്പൊ കുറക്കൂലേ അല്ലേ? കുറക്കൂ. അല്ല, ഞാൻ വിചാരിച്ചേ ഒരു പ്രസ് മീറ്റ് നടക്കുമ്പോൾ 8 പേരിൽ കുറയാതെ വേണമെന്ന് ഇവരോട് പറഞ്ഞതുകൊണ്ട് എന്നെ എണ്ണം തയ്ക്കാൻ ഇങ്ങനെ അനുസരിച്ചിരിക്കാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തേങ്ങ ഇടം വരുമ്പോഴേ തേങ്ങ ഇട്ട് കഴിയുമ്പോൾ 500 തേങ്ങ എണ്ണി മാറ്റിക്കൊണ്ട് തിരികട പോകാൻ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇടാൻ വെച്ചിരിക്കാന്നാണ് ഞാൻ ആദ്യം കരുതുന്നത്. ഇവരോട് പറഞ്ഞു വളരെ സന്തോഷം. അപ്പൊ 5-ാം തവണ ക്ലിയർ ചെയ്തത് വളരെ സന്തോഷം. ഇതിനകത്ത് ഞാൻ ഒരു നല്ല സീൻ ഇങ്ങനെ ഒന്നിച്ച് അഭിനയിക്കാൻ പറ്റി, വലിയ സന്തോഷം. എന്താ പറയുന്നത്, ഈ സിനിമ ഒരു നല്ല സിനിമയായിരിക്കാം ഉറപ്പായിട്ടും. നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെക്കുമ്പോൾ ഒരു നല്ല സിനിമ. നമുക്ക് ഇങ്ങനെ ഇതിനു മുമ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്തിൽ ഈ സിനിമയിലൂടെ നമുക്ക് ഈ ഇതിനെതിരെ ഇങ്ങനെ ഞങ്ങൾ പ്രതികരിച്ചു എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ ഞാനും ചേർന്ന് നിൽക്കുന്നു എന്ന് പറയാം. മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സന്തോഷം. മുന്നോട്ടൊപ്പം ഉണ്ടാകണം കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരും കുറേ സംസാരിച്ചു. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് തകർത്തെഴുതുമല്ലോ. ചോദ്യം ചോദിക്കാനൊന്നുമില്ലേ നിങ്ങൾ? ഇത്രയും പേര് 3-4 പേരല്ലോ, ബാക്കിയുള്ളവരൊക്കെ എടുക്കാൻ വന്നിരിക്കുക. ചോദിക്കുക, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ പറയും. അപ്പോൾ സന്തോഷം. സിനിമ എല്ലാവരും പോയി കാണുന്നത് വിജയിപ്പിക്കും. ഓക്കെ, താങ്ക് യു എവരിവൺ. ഓൾ ദി ബെസ്റ്റ് ഫോർ. പ്രൊഡ്യൂസറിലൂടെ വരാൻ പറ്റില്ല. നമ്മുടെ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ മുഹമ്മദ് കുട്ടി എന്നാണ്. എനിക്ക് അവസരം തന്ന മുഹമ്മദ് കുട്ടിക്ക് പ്രത്യേകിച്ചൊരു നന്ദി പറയുന്നു. എല്ലാവരും ഇവിടെ പങ്കെടുത്ത മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാൻ ചേട്ടാ, ഈ വർഷത്തെ ലാസ്റ്റ് റിലീസാണോ? ഇനി റിലീസുണ്ടോ ഈ വർഷം പടം? ദിലീപ്